ഇതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ പാസ്റ്റർ അനിയൻ സാമുവേൽ, ന്യൂഡൽഹി. ക്രൂശിന്റെ വഴി അവസാനിക്കാത്ത ഒരു കഥയാണ്. യേശു നടന്നുപോയ ക്രൂശിന്റെ ആ പാത വിശ്വാസ സമൂഹം ഇന്നും തുടരുകയാണ്. അങ്ങനെ ഒരു സംഭവ കഥയാണ് എനിക്ക് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുവാനുള്ളത്. ഉത്തർപ്രദേശിൽ സുൽത്താൻപൂർ എന്ന മനോഹരമായൊരു സ്ഥലം. അവിടെ നിന്നും കേട്ട ദുഃഖകരമായൊരു വാർത്തയായിരുന്നു 2025 മാർച്ച് മാസം 9 സുൽത്താൻപൂർ എന്ന സ്ഥലത്ത് തദ്ദേശവാസികളായ ചില ക്രിസ്തീയ വിശ്വാസികൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥന നടത്തുമ്പോൾ നിയമവിരുദ്ധമായി മതപരിവർത്തനം നടത്തി എന്നാരോപിച്ച് ഒരു കൂട്ടം RSS ബജരംഗ് ദൾ പ്രവർത്തകർ ആ ചെറിയ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് ഇരച്ചുകയറി. പ്രാർത്ഥന തടസ്സപ്പെടുത്തുക മാത്രമല്ല, വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയും വ്യാജ മതപരിവർത്തന കുറ്റം അടിച്ചേൽപ്പിച്ച് പോലീസിനെ വിളിച്ചു വരുത്തുകയും കള്ളക്കേസുണ്ടാക്കി അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. സ്ഥലം സഭാ പാസ്റ്ററെയും ഭാര്യയെയും സഭയിലെ മറ്റ് 4 സ്ത്രീകളെയും കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇവരുടെ ജയിൽ ജീവിതം യാതനകളുടെയും ക്രൂര മർദ്ദനങ്ങളുടേതുമായിരുന്നു എന്നാണ് പിന്നീട് അറിയുവാൻ കഴിഞ്ഞത്. പാസ്റ്ററെ മരത്തിൽ കെട്ടിയിട്ട് ആക്രമിച്ചു എന്നും കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാർക്കും അധികം കുറവല്ലാത്ത കുടിയാത്രകൾ അനുഭവിക്കേണ്ടി വന്നു എന്നും കേൾക്കുവാൻ കഴിയുന്നു. രാത്രിയിൽ ഉറങ്ങിപ്പിക്കാതെ ഉണർന്നിരിപ്പാൻ ആവശ്യപ്പെട്ടു. അതിൽ ഒരു അമ്മ തന്റെ 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. ആ അമ്മയുടെ വേദന കാണുവാൻ അധികാരികൾക്ക് മനസ്സ് വന്നില്ല. നവജാത ശിശുവിന് അതാത് സമയങ്ങളിൽ പാല് കൊടുക്കേണ്ടുന്ന ആ അമ്മ നിരാശയോടെ ആ കുഞ്ഞിനെ മനസ്സിലോർത്ത് ജയിലിൽ സമയങ്ങൾ തള്ളി നീക്കി. പാസ്റ്ററുടെ ഭാര്യ ഗുരുതരമായ രോഗബാധിതയായി. പിന്നീടാണ് അറിയുന്നത് ആ സഹോദരി ഗർഭിണിയായിരുന്നു എന്ന്. ജയിലിൽ വേണ്ട ചികിത്സകൾ ലഭിക്കാത്തതിനാൽ തുടർമാനമായ സർദൽ നിമിത്തം ആ സഹോദരിയുടെ ശരീരം ആകപ്പാടെ ക്ഷീണിച്ചു. ആ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സ്കൂൾ പഠനം പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. തന്റെ പഠനം മുടങ്ങുക മാത്രമല്ല, പരീക്ഷയും മുടങ്ങി. ഇത്രമാത്രം വേദനാജനകമായ അന്തരീക്ഷത്തിലും ഇവിടുത്തെ പ്രത്യേകത, അവർ ക്രിസ്തുവിലുള്ള വിശ്വാസം വിട്ടുകളയാതെ ധീരതയോടെ നിന്നു. അനേകരുടെ പ്രാർത്ഥനയുടെയും സഹകരണത്തിന്റെയും ഫലമായി ഏകദേശം 1 മാസത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം ഏപ്രിൽ 3 2025 ഇവർ എല്ലാവർക്കും ബെയിൽ അനുവദിച്ചു. ഏപ്രിൽ 7 5 പേർക്ക് ജയിൽ മോചനമുണ്ടായി. ശേഷിച്ച മറ്റൊരു സഹോദരിക്ക് ഏപ്രിൽ 16 ജയിലിൽ നിന്നും മോചനം ലഭിച്ചു. ഈ പ്രിയ മുഴുവനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഒന്നിച്ചു കാണാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.